ഹായ് ഫ്രണ്ട്സ്, വീക്ക് 14 വീഡിയോ 31ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെയും എന്റെ ഫ്രീ ലൈവ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട്. ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൺഡേയും മോർണിംഗ് 11 to 11:40 സൂമിലൂടെയാണ് ലൈവ് സെഷൻ. ലൈവ് സെഷനിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. മോഡൽ വെർബ്സ് ആയ വുഡ് ആൻഡ് ഷുഡ് ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. So why wait? Let's get started. ആദ്യം നമുക്ക് വുഡ് എന്ന മോഡൽ വെർബിനെ മനസ്സിലാക്കാം. വുഡ് വില്ലിന്റെ പാസ്റ്റ് ഫോം ആണ്. It is used to express the past tense of will or shall in the indirect speech. ഇപ്പോൾ വുഡ് എന്ന മോഡൽ വെർബിന്റെ ആദ്യത്തെ യൂസേജ് നോക്കാം. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ will അല്ലെങ്കിൽ shallന് പകരം നമ്മൾ would ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, they told that they would fly kites the next day. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. Raju said, I will go to school tomorrow. Raju said that he would go to school tomorrow. ഇവിടെ said എന്നത് ഒരു past clause ആണ്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലും അതൊരു past clause ആയിട്ട് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനാൽ will would ആയി മാറും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. will എന്ന മോഡൽ വെർബ് റിക്വസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. would എന്ന മോഡൽ വെർബ് പൊളൈറ്റ് റിക്വസ്റ്റിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. പൊളൈറ്റ് റിക്വസ്റ്റ് എന്നാൽ വിനീതമായ അഭ്യർത്ഥന. അപ്പോൾ വിനീതമായ അഭ്യർത്ഥന നടത്തണമെങ്കിൽ നമ്മൾ വില്ലിന് പകരം would ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. Would you come here please? Would you tell me this address please? Would you sing a song please? Would you mind if I take your pen? Would you go there alone? Would you mind waiting a moment? ഇപ്പോൾ ഒരു ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ would എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. Would you like to play cricket this Friday? ഇപ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് would ഉപയോഗിക്കാം. I would like to explain my project. When would you like to come? What would you like to take? I would like to take tea. I would like to sing a song. ഇപ്പോൾ wouldന്റെ മോഡ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ ആയി നോക്കാം. പൊളൈറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ, അതായത് വിനീതമായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പെർമിഷൻ, അനുമതി ചോദിക്കാൻ. അൺറിയൽ കണ്ടീഷൻ, യാഥാർത്ഥ്യമല്ലാത്ത അവസ്ഥയെക്കുറിച്ച് പറയാൻ. ഹാബിച്വൽ ആക്ടിവിറ്റി ഇൻ ദ പാസ്റ്റ്, മുൻകാലങ്ങളിലെ പതിവ് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കും. വുഡ് എന്ന മോഡൽ വെർബ് കണ്ടീഷണൽ വെർബ് ടെൻസസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. കണ്ടീഷണൽ വെർബ് ടെൻസിൽ ഫസ്റ്റ് സെന്റൻസ് പാസ്റ്റ് ഡെഫിനറ്റ് ആണെങ്കിൽ സെക്കൻഡ് സെന്റൻസ് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജെക്ട് എന്ന റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. If you help me, then you would be my best friend. ഇവിടെ helped past definite verb form ആണ്. ഇപ്പോൾ ഒരു അൺറിയൽ കണ്ടീഷനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും സെന്റൻസ് സ്ട്രക്ചർ എന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. സെക്കൻഡ് പാർട്ടിന്റെ റൂൾ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജെക്ട് ആണ്. എക്സാമ്പിൾ നോക്കാം. If you would have invited me, I would have come. ഇതൊരു അൺറിയൽ കണ്ടീഷൻ ആണ്, യാഥാർത്ഥ്യമല്ലാത്ത അവസ്ഥ. സെക്കൻഡ് കണ്ടീഷണൽ മനസ്സിലാക്കാം. If I were you, I would not do that again. would എന്ന മോഡൽ വെർബ് കണ്ടീഷണൽ വെർബ് ടെൻസസ് മാത്രമല്ല ഓഫേഴ്സ് പ്ലേസ് ചെയ്യാൻ, റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കും. വരൂ നോക്കാം. My mom would milk cows every day. ഇതൊരു പാസ്റ്റ് ഹാബിറ്റ് ആണ്. He would rather fight than surrender. ഇവിടെ ഫൈറ്റ് ചെയ്യുന്നതിനാണ് മുൻഗണന. പെർമിഷൻ വാങ്ങിക്കാൻ നമ്മൾ would ഉപയോഗിക്കാറുണ്ട്. Would you mind if I brought a friend with me? ഒരു ഓഫർ പ്ലേസ് ചെയ്യാൻ നമ്മൾക്ക് would എങ്ങനെ ഉപയോഗിക്കാം. Would you like some cake? ഇനിയും should എന്ന മോഡൽ വെർബ് മനസ്സിലാക്കാം. It is used to express duty, advice, obligation. You should respect your elders. ഇതൊരു ഒബ്ലിഗേഷൻ ആണ്. should എന്ന മോഡൽ വെർബ് മറ്റു പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, റെക്കമെൻഡേഷൻസിന് വേണ്ടിയിട്ട്, ശുപാർശകൾക്ക് വേണ്ടിയിട്ട്, അഡ്വൈസ് കൊടുക്കാൻ, ഉപദേശം കൊടുക്കാൻ. ഒബ്ലിഗേഷൻ ബാധ്യത പറയാൻ, എക്സ്പെക്ടേഷൻ പ്രതീക്ഷകൾ പറയാൻ. ഇപ്പോൾ ഷുഡ് എന്ന മോഡൽ വെർബ് ഉപയോഗിച്ച് ഉപദേശം എങ്ങനെ ചെയ്യാൻ നോക്കാം. She should speak the truth. He should be by his ailing father. രോഗിയായ അച്ഛന്റെ അടുത്ത് മകൻ കാണണം എന്ന് പറയുകയാണ് നമ്മളിവിടെ. ഒരു യുക്തിപരമായ ആവശ്യകതയാണ്, ഒരു ലോജിക്കൽ നെസസിറ്റിയാണ്. അതിനാൽ ഇവിടെ നമ്മൾക്ക് should ഉപയോഗിക്കാം. She should have spoken the truth, but she didn't. അവൾ സത്യം പറയണമായിരുന്നു, പക്ഷെ അവൾ പറഞ്ഞില്ല. അപ്പോൾ നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് പറയാനും should ഉപയോഗിക്കാം.
ലെസ്റ്റ് എന്ന വേർഡ് അർത്ഥം അല്ലാതെ. ലെസ്റ്റ് എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മോഡലായിട്ട് ഷുഡ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. വർക്ക് ഹാർഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആയി പോവും. വർക്ക് കെയർഫുള്ളി ലെസ്റ്റ് യു ഷുഡ് ഫോൾ. ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ നമ്മൾ വീഴും. സോ ലെസ്റ്റ് വരുമ്പോൾ നമ്മൾ മോഡലായിട്ട് ഷുഡ് ആണ് ഉപയോഗിക്കുന്നത്. ഷുഡ് എന്ന മോഡൽ വെർബ് റെക്കമെൻഡേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. ശുപാർശ ചെയ്യാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. When you have many classes, you should take a bottle of water with you. ഉപദേശം കൊടുക്കാൻ ഷുഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? You shouldn't smoke. You ought to go to the doctor. ഇപ്പോൾ ഒരു ഡിഡക്ഷൻ അല്ലെങ്കിൽ അനുമാനം ചെയ്യാൻ നമ്മൾ ഷുഡ് എങ്ങനെ ഉപയോഗിക്കുന്നത്? They should arrive by 9:30 a.m. ഉപദേശം കൊടുക്കുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് You should focus more on your assignments. ശരി എന്താണ് തെറ്റ് എന്താണെന്ന് പറയാൻ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. We should solve this problem. ഒരു പോസിബിലിറ്റി, ഒരു കാര്യം നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. Exams should be earlier next year. And now friends, it's time for the practice exercise.